ഒരു യൂസ്ഡ് കാർ എടുക്കുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. നമ്മളൊരു വണ്ടി ഒരു ഡയറക്റ്റ് ബയ്യർക്കാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു വാഹനം നിങ്ങൾ ഡയറക്റ്റ് ബയ്യർക്കാണെന്ന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് കിട്ടും. അതേപോലെ ഒരു ബയ്യർ മേടിക്കുന്ന വാഹനം ഒരു ഡയറക്റ്റ് സെല്ലറെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു റീസണബിൾ പ്രൈസിന് അവർക്ക് മേടിക്കാൻ പറ്റും. കാരണം വണ്ടീൻ്റെ ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇന്നോവേൻ്റെയും മാരുതി സ്വിഫ്റ്റിൻ്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ പണ്ടുള്ള ഇറങ്ങുന്ന ടൈമിലുള്ള വിലയ്ക്കാണ് പല ആൾക്കാരും വണ്ടി 10 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്തത്. സ്വിഫ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതിന്റെ പോപ്പുലാരിറ്റി, റിലയബിലിറ്റി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു സാധനത്തിന്റെ പ്രൈസ് നിശ്ചയിക്കപ്പെടുന്നത്. അതായത് കാറിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തരം ഉണ്ടാവുന്നത് അതിന്റെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ, ഓണർഷിപ്പ്, വണ്ടിയിൽ ഉണ്ടായിരിക്കുന്ന ആക്സിഡൻറ്റ്, ആ ആക്സിഡൻറ്റ് ആ വണ്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതത്തിനനുസരിച്ചിട്ട്, ഇമ്പാക്റ്റിനനുസരിച്ചിട്ട് വണ്ടീൻ്റെ വിലയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. സ്ട്രക്ചറൽ ഡാമേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വണ്ടിയുടെ വില വല്ലാതെ താഴ്ത്തു വരും. അത്ര വണ്ടികളൊന്നും ഞാൻ ഒരിക്കലും എടുക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അവിടെ സേഫ്റ്റി കോംപ്രമൈസ് ആവും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി. ഞാൻ നല്ല രീതിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വായനക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ വായനക്കൊണ്ട് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കില്ല. ഒരു കമ്പനിയിൽ നിന്നാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി അവിടെ ഉണ്ടാവും. അതൊരു എവിഡൻസ് ആണ്. ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കുക, അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടത്, കറക്റ്റ് ടൈമിൽ ഓയിൽ മാറി എല്ലാ കാര്യങ്ങളും മാറി ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല അതൊക്കെ. അപ്പം സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും വണ്ടീൻ്റെ റീസെയിൽ മാർക്കറ്റും. അതായത് വണ്ടി എടുക്കുന്ന ടൈമിലാണെങ്കിലും കൊടുക്കുന്ന ടൈമിലാണെങ്കിലും.